നമസ്കാരം. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയും പോലെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിനും. അത് ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജോ ബൈഡൻ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും മകനോടുള്ള സ്നേഹം മറക്കാൻ പറ്റുമോ ബൈഡന്? അങ്ങനെ നിയമമെല്ലാം കാറ്റിൽ പറത്തി തൻ്റെ മകനെ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് ജോ ബൈഡൻ. തെറ്റായ വിവരങ്ങൾ നൽകി അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനും ക്രിമിനൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും ശിക്ഷിക്കപ്പെട്ട മകൻ ഹണ്ടർ ബൈഡന് ഔദ്യോഗികമായി തന്നെ മാപ്പ് നൽകിയിരിക്കുകയാണ് ജോ ബൈഡൻ. ഹണ്ടർ ബൈഡനുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടപെടില്ല എന്ന നിലപാട് ജോ ബൈഡൻ നേരത്തെ സ്വീകരിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ബൈഡന് മനംമാറ്റമുണ്ടായത്. ജോ ബൈഡന്റെ വാക്കുകളിലേക്ക് വന്നാൽ, ഇന്ന് ഞാൻ എൻ്റെ മകനായ ഹണ്ടറിന് മാപ്പ് നൽകുകയായിരുന്നു. നീതിന്യായ വകുപ്പിൻ്റെ തീരുമാനങ്ങളിൽ ഒരു രീതിയിലുമുള്ള ഇടപെടൽ നടത്തില്ലെന്ന് അധികാരമേറ്റ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു. എൻ്റെ മകനെതിരെ അന്യായമായി പെരുമാറിയിട്ടുകൂടി ഈ സമയം വരെ ഞാൻ എൻ്റെ വാക്ക് പാലിക്കുകയും മകനെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. തൻ്റെ മകനായതിൻ്റെ പേരിൽ അവൻ വേട്ടയാടപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹണ്ടറിനെതിരെ ഗൂഢാലോചനകൾ നടന്നിരുന്നു. ഹണ്ടറിലൂടെ തന്നെ തകർക്കാനാണ് അവർ ലക്ഷ്യമിട്ടത്. അതല്ലാതെ മറ്റൊരു കാരണമില്ല. ഇതിവിടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയിൽ താൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ല. സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയവരെക്കാൾ ക്രൂരമായി തൻ്റെ മകൻ വിചാരണ നേരിട്ടു. ഒരു പിതാവെന്ന നിലയിലും പ്രസിഡന്റ് എന്ന നിലയിലും ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് അമേരിക്കയിലെ ജനതയ്ക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജോ ബൈഡൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അച്ഛൻ പ്രസിഡന്റായിരിക്കുന്ന രാജ്യത്താണ് മകനെതിരെ ശരിയായ അന്വേഷണം നടന്നില്ല എന്ന് ജോ ബൈഡൻ പറയുന്നത്. 2018 നിയമവിരുദ്ധമായ റിവോൾവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹണ്ടറിനെതിരായ കേസ്. ലഹരിമരുന്ന് ഉപയോഗിക്കില്ലെന്ന തെറ്റായ പ്രസ്താവന നൽകിയെന്നതും വ്യാജരേഖ തയ്യാറാക്കി തോക്ക് കൈവശം വെച്ചതും ഉൾപ്പെടെയുള്ള 3 കുറ്റകൃത്യങ്ങൾ ഹണ്ടറിനെതിരെ തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിരുന്നു. ആദ്യമായാണ് US അധികാരത്തിലിരിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ മകൻ ക്രിമിനൽ കേസിൽ കുറ്റക്കാരനാകുന്നത്. 25 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഹണ്ടറിനെതിരെ ചുമത്തിയിരുന്നത്. അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മകൻ ഹണ്ടർ ബൈഡന് മാപ്പ് നൽകാനുമുള്ള US പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന തീരുമാനമാണ് ജോ ബൈഡന്റേതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഹണ്ടറിന് ജോ ബൈഡൻ നൽകിയ ഇളവിൽ J6 തടവുകാരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും നിയമത്തെ വെല്ലുവിളിക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ തീരുമാനമാണ് ബൈഡൻ കൈക്കൊണ്ടതെന്നുമാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. 2021 ബൈഡന്റെ വിജയത്തിനു പിന്നാലെ ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ആക്രമണത്തിൽ തടവിലാക്കപ്പെട്ടവരെയാണ് J6 തടവുകാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്നവരെയെല്ലാം വെറുതെ വിടുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അധികാരത്തിൽ നിന്നൊഴിയും മുമ്പ് ബൈഡൻ തൻ്റെ മകനെ രക്ഷിച്ചിട്ടാണ് പടിയിറങ്ങാൻ പോകുന്നത്. ബൈഡനെതിരെ നിരവധി വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.